നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന മലയാളം ത്രില്ലർ സിനിമകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഇന്നത്തെ ദിവസം, അതായത് 2025 സെപ്റ്റംബർ 23-ന് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള പടങ്ങളാണ്. ഈ സിനിമകൾ ഭാവിയിൽ നെറ്റ്ഫ്ലിക്സിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ ത്രില്ലർ സിനിമകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ ക്രൈം ഡ്രാമ, ഹൊറർ, ആക്ഷൻ സിനിമകൾ ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മലയാളം ഡബ്ബിംഗ് വേർഷൻ അവൈലബിൾ ആയിട്ടുള്ള അന്യഭാഷാ സിനിമകളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നിലവിലുള്ള മലയാളം ത്രില്ലർ സിനിമകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. കുഞ്ചാക്കോ ബോബന്റെ ഈ വർഷത്തെ സ്റ്റൈലിഷ് ക്രൈം ത്രില്ലർ ഹിറ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ടൊവിനോ തോമസിന്റെ 2024 ക്ലാസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അന്വേഷിപ്പിൻ കണ്ടെത്തും. ജോജു ജോർജിന്റെ കിളി പറത്തുന്ന ഡിസ്റ്റർബിംഗ് ത്രില്ലർ ഇരട്ട. 2020 ലോക്ക്ഡൌൺ ആവുന്നതിന് തൊട്ടു മുമ്പ് തിയേറ്ററുകളിൽ റിലീസായ ടൊവിനോ തോമസിന്റെ ത്രില്ലർ സിനിമ ഫോറൻസിക്. അതേ സമയത്ത് തന്നെ, അതായത് ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തിയേറ്ററുകളിൽ റിലീസായ മറ്റൊരു ക്രൈം ഡ്രാമ കപ്പേള. ജോജു ജോർജ്, കുഞ്ചാക്കോ ബോബൻ, നിമിഷ സജയൻ ടീമിന്റെ നായാട്ട്. ഫഹദ് ഫാസിൽ, സൗബിൻ ഷാഹിർ, ദർശന രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ വന്ന ലോക്ക്ഡൌൺ കാലത്ത് ഡയറക്ട് OTT റിലീസായ ഇരുൾ. കിടിലൻ അണ്ടർ റേറ്റഡ് സൈക്കോളജിക്കൽ ത്രില്ലർ അറ്റൻഷൻ പ്ലീസ്. അതിരൻ സിനിമയുടെ സംവിധായകൻ വിവേക് ഒരുക്കിയ അമല പോളിന്റെ റിവെഞ്ച് ക്രൈം ആക്ഷൻ ത്രില്ലർ ദ ടീച്ചർ. ഖാലിദ് റഹ്മാന്റെ ഷൈൻ ടോം ചാക്കോ, രജിഷ വിജയൻ ജോഡി അണിനിരന്ന കിളി പറത്തുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ലവ്. വിൻസി അലോഷ്യസിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ക്രൈം റിവെഞ്ച് ത്രില്ലർ രേഖ. ദുൽഖർ സൽമാൻ നായകനായിട്ട് വന്ന ബയോഗ്രഫിക്കൽ പീരിയഡ് ക്രൈം ത്രില്ലർ കുറുപ്പ്. ധ്യാൻ ശ്രീനിവാസന്റെ ഈ വർഷത്തെ ഒരു ഡീസന്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഡിറ്റക്റ്റീവ് ഉജ്വലൻ. ഷൈൻ നിഗം, ആന്റണി വർഗീസ് പെപ്പെ, നീരജ് മാധവ് ടീമിന്റെ ആക്ഷൻ ത്രില്ലർ RDX. പൃഥ്വിരാജ്, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ അഭിനയിച്ച കോർട്ട് റൂം ഡ്രാമ കം പൊളിറ്റിക്കൽ ത്രില്ലർ ജനഗണമന. ഐശ്വര്യ ലക്ഷ്മി, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവർ അഭിനയിച്ച ഹൊറർ മിത്തോളജിക്കൽ ത്രില്ലർ കുമാരി. റോഷൻ ആൻഡ്രൂസ്, അന്നാബൻ ടീമിന്റെ ക്രൈം ത്രില്ലർ നൈറ്റ് ഡ്രൈവ്. ആഷിഖ് അബുവിന്റെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ആക്ഷൻ ത്രില്ലർ റൈഫിൾ ക്ലബ്. ആസിഫ് അലിയുടെ റിയലിസ്റ്റിക് പോലീസ് പ്രൊസീജറൽ ക്രൈം ഡ്രാമ കുറ്റവും ശിക്ഷയും. ഇനി ഇത് ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും മലയാളത്തിലെ മികച്ച സർവൈവൽ അഡ്വഞ്ചർ ഡ്രാമ ബ്ലസ്സിയുടെ പൃഥ്വിരാജ് പടം ആടുജീവിതം. നിവിൻ പോളിയുടെ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ പടവെട്ട്. ടൊവിനോ തോമസിന്റെ സൂപ്പർ ഹീറോ അഡ്വഞ്ചർ മൂവി മിന്നൽ മുരളി. ടൊവിനോ തോമസ്, കല്യാണി പ്രിയദർശൻ ടീമിന്റെ കളർഫുൾ ആക്ഷൻ ഡ്രാമ തല്ലുമാല. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാം, ഈ നെറ്റ്ഫ്ലിക്സിന്റെ വിചാരം എല്ലാ പടങ്ങളുടെയും ഒരു ഹിന്ദി ഡബ്ബിംഗ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കാരായിട്ടുള്ള മുഴുവൻ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താം എന്നെങ്ങാണ്ടാണ്. എല്ലാ വിദേശ സിനിമകൾ അല്ലെങ്കിൽ സീരീസിനും ഒക്കെ ഒരു ഹിന്ദി ഡബ്ബിംഗ് മാത്രം കൊടുക്കും. മാക്സിമം പോയാൽ ഒരു തമിഴ് അല്ലെങ്കിൽ തെലുഗു. ഇവിടെ ഇത്രയധികം ഭാഷകളുണ്ടെന്ന് അവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ആമസോൺ പ്രൈം വീഡിയോയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ മിക്ക ഇംഗ്ലീഷ് അല്ലെങ്കിൽ വിദേശ ഭാഷ സിനിമകളുടെയും സീരീസുകളുടെയും ഒക്കെ മലയാളം ഡബ്ബിംഗ് വേർഷൻ കൂടി ആ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. നെറ്റ്ഫ്ലിക്സിന്റെ കാര്യം മാത്രം ഏതായാലും ഇങ്ങനെ ഒറിജിനൽ മലയാളം അല്ലാതെ മറ്റു ഭാഷകളിൽ നിന്നുമുള്ള ഡബ്ബിംഗ് സിനിമകൾ നോക്കുകയാണെങ്കിൽ തെലുഗുവിൽ നിന്നും ഈ വർഷം വന്ന ബ്രൂട്ടൽ വയലന്റ് ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ നാനി അഭിനയിച്ച ഹിറ്റ് ദ തേർഡ് കേസ്. ഇതിന്റെ മലയാളം ഡബ്ബിംഗ് ഉണ്ട്. ദുൽഖർ സൽമാന്റെ ഫിനാൻഷ്യൽ ത്രില്ലർ ലക്കി ഭാസ്കർ. ഈ വർഷം ഇറങ്ങിയ മറ്റൊരു മികച്ച തെലുഗു കോർട്ട് റൂം ക്രൈം ഡ്രാമ കോർട്ട് സ്റ്റേറ്റ് വേഴ്സസ് നോബഡി. കഴിഞ്ഞ വർഷത്തെ മികച്ച തമിഴ് ക്രൈം ത്രില്ലർ വിജയ് സേതുപതിയുടെ മഹാരാജയുടെ മലയാളം പതിപ്പ്. ശിവകാർത്തികേയന്റെ ഡാർക്ക് കോമഡി ക്രൈം ഡ്രാമ ഡോക്ടറുടെ മലയാളം ഡബ്ബിംഗ് പതിപ്പ്. അജിത്തിന്റെ ഈ വർഷത്തെ റോഡ് ത്രില്ലർ വിടാമുയർച്ചയുടെ മലയാളം ഡബ്ബിംഗ്. RJ ബാലാജി, ഷറഫുദ്ദീൻ ടീമിന്റെ ക്രൈം ഡ്രാമ സ്വർഗവാസലിന്റെ മലയാളം പതിപ്പ്. വിജയ് ദേവരകൊണ്ടയുടെ ഈ വർഷത്തെ ക്രൈം ആക്ഷൻ ത്രില്ലർ കിങ്ഡത്തിന്റെ മലയാളം പതിപ്പ്. രാജ്കുമാർ റാവുവിന്റെ ഹിന്ദി ക്രൈം ത്രില്ലർ മോണിക്ക ഓ മൈ ഡാർലിംഗിന്റെ മലയാളം ഡബ്ബിംഗ്. ഈ വർഷത്തെ ഒരു അണ്ടർ റേറ്റഡ് തമിഴ് ത്രില്ലർ ഫഹദ് ഫാസിലും വടിവേലുവും അഭിനയിച്ച മാരീസന്റെ മലയാളം പതിപ്പ്. ഫഹദിനും വടിവേലുവിനും ഒപ്പം തന്നെ ഉദയനിധി സ്റ്റാലിൻ കൂടി എത്തിയ മറ്റൊരു തമിഴ് ക്രൈം ഡ്രാമ മാമന്നനും മലയാളത്തിൽ നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റും. ഉദയനിധി സ്റ്റാലിന്റെ തന്നെ മറ്റൊരു തമിഴ് ക്രൈം ത്രില്ലർ കലകത്തലൈവൻ മലയാളത്തിൽ നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റും. ഉദയനിധി സ്റ്റാലിന്റെ തന്നെ മറ്റൊരു തമിഴ് ക്രൈം ത്രില്ലർ കണ്ണേ നമ്പാതെ. കിടിലം പടമൊന്നുമല്ല, ഒരു വൺ ടൈം വാച്ചബിൾ ആവറേജ് പടമാണ്. പക്ഷെ ഒന്ന് വേണമെങ്കിൽ കണ്ടു നോക്കാം. അതിന്റെ മലയാളം ഡബ്ബിംഗ് നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഒപ്പം ഹാഫ് തമിഴ് ഹാഫ് മലയാളം എന്ന് പറയാവുന്ന ഒരു തമിഴ് ക്രൈം ത്രില്ലർ സിനിമ. അതായത് ഈ സിനിമയുടെ കഥ നടക്കുന്നത് കേരളത്തിലാണ്. പകുതിയിലധികം ഡയലോഗുകളും മലയാളത്തിൽ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പടമുണ്ട്. കിടിലം പടമാണ്. നമ്മുടെ ഹക്കീം ഷാജഹാനൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പടം കടസിയിലെ ബിരിയാണി. ഇതുകൂടാതെ പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എങ്കിലും ഒരു ആവറേജിന് താഴെ നിൽക്കുന്ന മറ്റു ചില മലയാളം ത്രില്ലറുകൾ കൂടി നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആസിഫ് അലിയുടെ കാസർഗോൾഡ്, പൃഥ്വിരാജ് ആസിഫ് അലി ടീമിന്റെ കാപ്പ, ജോജു ജോർജിന്റെ പുലിമട, ആന്റണി വർഗീസ് പെപ്പയുടെ ആക്ഷൻ പടം കൊണ്ടൽ,
അങ്ങനെ ക്രൈം, ഡ്രാമ, ത്രില്ലർ, ആക്ഷൻ ജോണർ ഉൾപ്പെടുത്താവുന്ന ആവറേജ് മുതൽ മുകളിലോട്ടുള്ള 40 സിനിമകൾ നെറ്റ്ഫ്ലിക്സിലുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഞാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും നല്ല ത്രില്ലറുകൾ മലയാളം ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.